ദുരന്തരാണോ ആഡാണോ? എന്റെ ബാക്കിൽ ദുരന്തറും ഫ്രണ്ടിൽ ആടുമാണ്. കമ്പിടാടി. മാനുവൽ തോമസിന്റെ ക്യാമിയോ ആട് 2-ലുണ്ട്. പക്ഷെ വോയിസിലൂടെയാണെന്ന് മാത്രം. അതൊന്ന് സർബത്ത് ഷമീറിനെ വിളിക്കുന്ന ഒരു കമ്മീഷണർ, ആ വോയിസ് മിഥുൻ മാനുവൽ തോമസിന്റെ ആണ്. പിന്നെ ആ ഡീല് നടത്താൻ വരുന്ന ആ ഡിഷ് കൊണ്ടിരുന്നതിന്റെ ഇപ്പുറത്തിരിക്കുന്ന ഒരു ഗുണ്ട. നിങ്ങളെ പോലുള്ള 2 കൺട്രി മണ്ടന്മാരെ ഈ ഡീലിന് വിട്ട സേവിയറാണ് മണ്ടൻ. ഫസ്റ്റ് ഇതിൽ പ്രത്യേകിച്ച് വിന്നേഴ്സ് എന്നാണുള്ള പേര്, പക്ഷെ ആക്ച്വലി അതിന്റെ ഫുൾ ആൾക്കാർ ഫെയിലാ. ഷാജി പാപ്പന്റെ മറ്റേ ഇത് വരുമ്പോ മറ്റേ കാല് വെക്കും അപ്പൊ വീഴും. ഇതുപോലെ എല്ലാരും ആക്ച്വലി ഫെയിൽ. ഇല്ല, ഇവരൊക്കെ മണ്ണ് റിവാച്ച് ചെയ്തപ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, വണ്ടിയുടെ ഗ്ലാസ് റിഫ്ലക്ഷൻ ഇതിങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഇവരെ മുഖം കാണാമേ. നോക്കുമ്പോ വണ്ടി അപ്പോഴേ ചെന്ന് ഒരു പ്ലാവിലിടിക്കും. ഇടിപ്പിച്ചതിന്റെ റീസൺ ചിലപ്പോ കുറച്ച് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയില്. അപ്പം നമ്മൾ വിചാരിക്കും ഇതോടെ തീർന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ടിൽ ഇൻട്രോയിൽ ഗ്ലാസ് പൊട്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ജീപ്പും ഓപ്പൺ ജീപ്പാ. അകത്തിരിക്കുന്ന ആക്ടിവിറ്റി എല്ലാം കാണാൻ വേണ്ടിട്ട് ചില്ലങ്ങ് പൊട്ടിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, ഡൂഡ് കൈ എപ്പോഴും ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഞാൻ ആദ്യം ഓർത്ത് കൈക്ക് എന്തെങ്കിലും സീന, പക്ഷെ അല്ല, തോക്ക് പിടിക്കുന്നതിന്റെ ഒരു ഇതായിട്ട് പുള്ളിയുടെ കൈ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. തോക്കില്ലെങ്കിലും കൈ ഇങ്ങനെ തന്നെ കാണും. 3യുടെ കഥ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്നത്? ടൈം ട്രാവൽ. എനിക്ക് ആ ബ്രിഡ്ജാണ് മെയിനായിട്ട്. എനിക്ക് ഈ ബ്രിഡ്ജ് പണ്ട് മുതലേ ഉണ്ട്. എന്തുകൊണ്ടോ പൊട്ടിക്കാനോ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് വേറൊരു ഇതിലോട്ട് മാറുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, ഇനിയിപ്പോ എന്തായാലും പടം ഫണ്ണായിരിക്കും. ഇവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മാസ് കാണിക്കണ്ടേ? ഇവരെ കാണിച്ച BGM ഇട്ടാൽ മാത്രം മതി തിയേറ്ററിൽ ഓളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്.